ഈ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അങ്കമാലി പോർക്കാണ്. ഡിറ്റോ അങ്കമാലി പോർക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിൽ ചില പൊടിക്കൈകൾ എൻ്റേതായിട്ട് പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്കമാലി പോർക്ക് ഉണ്ടാക്കിയവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയാലോ. ഡിറ്റോ അങ്കമാലി പോർക്കല്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം അങ്കമാലി പോർക്ക് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് ഞാൻ ഗ്രേവി പോലെ ആക്കിയിട്ടുണ്ട്. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ പാൻ എടുത്തു, അതിലേക്ക് നമ്മളുടെ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ പെരുംജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പെരുംജീരകം കുറച്ചൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങാക്കൊത്ത് കുനുകുനാന്നരിഞ്ഞ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി ഐറ്റംസ് ആഡ് ചെയ്യാം. പിന്നെ ഞാൻ ചെറിയൊരു വ്യത്യാസം വരുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്കമാലി പോർക്ക് ഉണ്ടാക്കുന്നതിൽ ഞാൻ കണ്ടത് ആദ്യം പോർക്ക് വേവിച്ചിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ വേവിച്ചിട്ടില്ല, അതും ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളുടെ തേങ്ങാക്കൊത്ത് മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതിലേക്ക് ആഡ് ചെയ്തു. പിന്നെ ഞാൻ ഇതിലേക്ക് 1.5 സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ. ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മളുടെ ഫ്രഷ് കറിവേപ്പില കൂടി ആഡ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഒരു 4 പച്ചമുളക് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് സവാള മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മളുടെ സവാള നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെച്ച കുറച്ച് സമയം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തു. ഇനി നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അങ്കമാലി പോർക്കിൽ അവസാനം കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടി അവസാനം ഇടുന്നില്ല. ഞാൻ 1 ടീസ്പൂൺ ഗരം മസാലയാണ് അവസാനം ഇട്ടത്. എന്നിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കുകയാണ്. നമ്മൾ ഓൾറെഡി കുക്കറിൽ വേവിക്കാത്തത് കൊണ്ട് ഈ മസാലയെല്ലാം ചേർത്ത് ഞാൻ ഇതിൽ തന്നെ വേവിച്ചെടുക്കുകയാണ്. ഇതാണ് ചെറിയൊരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഗ്രേവി ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയതാണ്. അപ്പോൾ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. എന്നിട്ട് കറിവേപ്പിലയും പിന്നെ മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ അങ്കമാലി ടച്ച് പോർക്ക് റെഡിയായി. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഡ്രൈ ആണ്, നിങ്ങൾക്ക് നന്നായിട്ടുള്ള ഡ്രൈ ആണ് ആവശ്യമെങ്കിൽ ഇതൊന്ന് നന്നായിട്ട് എണ്ണയിലിട്ട് നന്നായിട്ട് എടുത്താൽ മതി. അപ്പോൾ തന്നെ ഡ്രൈ ആവും. ഇപ്പം തന്നെ ഡ്രൈ ആണ്, കുറച്ചൊരു ഗ്രേവി ഉണ്ടെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ മല്ലിയിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ വെരി ടേസ്റ്റി സ്പൈസി അങ്കമാലി പോർക്ക് റെഡി ആയിട്ടുണ്ട്. കുരുമുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം.